കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ കോച്ചായിട്ടുള്ള ആഷ്ലി വെസൂട്ടുമായിട്ട് വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ടാണ് ആരാധകർ ഇമോഷണലി കണക്റ്റഡ് ആയത്. ഇവാൻ വുക്കോമനോവിച്ചിന് ശേഷം ഇത്രയധികം ഒരു പരിശീലകനുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് കണക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇവാന് ശേഷം കുറേ അധികം പരിശീലകർ ഇവിടെ വന്നിട്ടുണ്ട്. മിഖാൽ ഷെഹ്റ, ഡേവിഡ് കെറ്റാലെ, അങ്ങനെ വന്നു പോയവർക്ക് ആർക്കും ഈ ഒരു സ്ഥാനത്തേക്ക് ഇരിപ്പുറപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് വെറുതെ ലക്കിന് കിട്ടിയ ഗിഫ്റ്റൊന്നുമല്ല, അയാളുടെ റിസൾട്ട് ബ്രിങ് ചെയ്യാനുള്ള കഴിവുകൊണ്ടാണ് ആഷ്ലി വെസൂട്ടിന് ഇവിടെ അത്രയും പിന്തുണ കിട്ടുന്നത്. അയാളോടൊപ്പം വന്ന ജംഷഡ്പൂർ എഫ്സിയുടെ പഴയ സൂപ്പർ താരവും അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കണ്ണിലെ കരടും ഒക്കെ ആയിട്ടുള്ള പീറ്റർ ഹാഡ്ലിയും ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവാന് ശേഷം നട്ടലുയർത്തി നിന്ന് ഞങ്ങൾക്ക് നല്ല പരിശീലകരുണ്ട് എന്ന് പറയാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഴിയുന്നുണ്ട്. അവസാന മത്സരങ്ങളിൽ നിന്നും മിന്നൽ പ്രകടനങ്ങളിലൂടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ബോട്ടം ടേബിളിൽ നിന്നും മിഡ് ടേബിളിലേക്ക് കുതിച്ചുയരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതേ കോച്ച് അടുത്ത സീസണിലും ഉണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അനിശ്ചിതത്വത്തിന്റെ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് താൻ മറുപടി പറയാൻ തയ്യാറല്ല എന്നുള്ള വിചിത്രമായ മറുപടിയാണ് ആഷ്ലി വെസൂട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് നടക്കാനിരിക്കുന്നുണ്ട്. അത് വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴും ഇന്ത്യയിൽ ഒരു കോമ്പറ്റീറ്റീവ് ലീഗ് നടക്കാനുള്ള സാധ്യതകൾ അവശേഷിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത സീസണിൽ ഇവിടെ ലീഗ് നടക്കും, അതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുകയാണ്. അതിൽ വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി അടുത്ത സീസണിൽ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി അനിശ്ചിതാവസ്ഥയിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നായിരുന്നു. കാരണം ഈ ഒരു അവസ്ഥയിൽ സാലറി നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ഏത് തരത്തിൽ പോവും എന്ന് നമുക്കറിയാം. ആ ഒരു പേര് പറഞ്ഞ് സാലറി പെർക്സിൻ്റെ കാര്യത്തിലൊക്കെ മാക്സിമം ചവിട്ടിത്താരത്തിൽ നടക്കും. സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ കാര്യത്തിൽ അഷ്വറൻസ് വന്നതിന് ശേഷമായിരിക്കും കരാർ പുതുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെക്കുറിച്ചോ ഒക്കെ പുള്ളി സംസാരിക്കുവാനും തീരുമാനിക്കാനും പോകുന്നത്. ഒരു ക്രൂഷ്യൽ ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്യമത്തോടു കൂടിയാണ് ഹാർലിയും വെസൂട്ടും വന്നതെന്ന് അവർ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അവരുടെ വന്നതിൻ്റെ ലക്ഷ്യം നിറവേറി കഴിഞ്ഞു. റെലഗേഷനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചുയർത്തുക എന്നുള്ളതായിരുന്നു അവരെ ഏൽപ്പിച്ച ആദ്യ ദൗത്യം. അത് അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ തുടരണോ വേണ്ടയോ എന്നുള്ളത് പിന്നീട് അവർ തീരുമാനിക്കും.